ഒരു കാലത്ത് ചങ്കായി കൂടെ ഉണ്ടായിരുന്ന ചങ്ക് ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നതാണ്. കണ്ടോ സുഹൃത്തുക്കളെ, കയ്യുമ്മലൊക്കെ ചളിയടാ. അല്ല ഇന്ന് ദുബായിൽ എത്തി. എടാ ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. എനിക്കിപ്പോ ഇതൊക്കെ പണി കൂലിപ്പണിയാണ് ഇപ്പോൾ, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വലിയ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ. ഇവിടെ കൂലിപ്പണി എടുത്ത് നടക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ദുബായിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരുന്നില്ലേ? സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എടാ അവിടെ നിൽക്കുകയാണെങ്കിൽ അത്യാവശ്യം പൈസ ഉണ്ടായിരുന്നില്ലേ? സ്വന്തമായിട്ടൊരു വീടൊക്കെ വെക്കായിരുന്നു. ആക്കജി പറഞ്ഞത് ശരിയാണടാ. അന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിപ്പോയി. തടിയൊക്കെ കൂടില്ല, ഈറ്റന്നല്ലേ? പരിപാടി എന്താ? നാളെ 1-ാം തീയതി ഇന്ന് തന്നെ പോയി സെറ്റാക്കാം. ഓ പിന്നെ അടുത്ത ആഴ്ച പോയി ടൂറുണ്ട്. ആ കുളിക്കാം നമുക്ക്. എന്നാ പോലെ എന്നാ ബുള്ളറ്റ് സൈഡാക്ക്. എന്നാ ശരിടാ. നൈസായിട്ട് അവനെ ഒഴിവാക്കി വരുന്നുണ്ടോ എന്ന് പോലും ചോദിച്ചില്ല. ഒരു പോയി. നമ്മുടെ പരിപാടി നമുക്ക് രാത്രി ആക്കിയല്ലോ. അങ്ങനെ ആകുമ്പോ ഇതിന്റെ പണിയും കഴിയും, നമുക്ക് അവനെയും കൂട്ടാം. ഓനൊന്നും ഇപ്പൊ നമ്മളെ കമ്പനിക്ക് കിട്ടലില്ല. വെള്ളടയ്ക്ക് നിർത്തി സ്വന്തം കാര്യമായിട്ട് നടക്കുകയാണ്. ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. ഉണ്ണി എത്ര നേരമായി എന്റെ ഫോൺ എടുക്കണം, എന്താ ഫോൺ എടുക്കാത്ത? അതാ അനീഷ ചങ്ങായി ഗൾഫിൽ പോകാൻ വേണ്ടി പൈസ അവന്റെ അടുത്ത് നാളെ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുത്തിരുന്നോ? അതൊന്നും കൊടുത്തില്ല. നാളെ ഉച്ച ആകുമ്പോഴത്തേക്ക് ഞാൻ ടിക്കറ്റിന്റെ ഫണ്ട് റെഡി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാറായിരുന്നു. ഫണ്ടൊന്നും റെഡി ആയില്ലേ? ഞാൻ വിളിക്കാം. അപ്പൊ ഈ നാളെ പോവാണല്ലേ? വന്നിട്ട് ഒരു മാസമായില്ലേ? ഞാൻ അന്നെ ആകെ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ ചെക്കന്മാരൊപ്പം പോണൊക്കെ കാണുന്നുണ്ട്. നമ്മളൊന്നും മെയിൻ ചെയ്യാനുള്ള നേരം ഉണ്ടായില്ലല്ലേ. അതൊക്കെ പോട്ടെ, എന്തെന്റെ മുഖത്തൊരു വിഷമം? നാളെ പോണോണ്ടാ? അതൊന്നല്ലടാ, ഞാനിപ്പോ ഒരുപാട് വലിയ പ്രശ്നത്തില. ഞാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഒക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ കുറെ സുഹൃത്തുക്കൾ. ആ സമയത്തൊന്നും ഞാൻ എന്നെ മൈൻഡ് ചെയ്തില്ല. എന്റെ തെറ്റ് തന്നെയാണ്. അപ്പൊ ഞാൻ തിരിച്ചു പോകാൻ നേരത്ത് ടിക്കറ്റ് എടുക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസയ്ക്ക് വേണ്ടി ഉണ്ണീനി റസാക്കിനൊക്കെ ഞാൻ വിളിച്ചു. പറയുമ്പോ ഉണ്ണി എനിക്ക് പൈസ തരാനുള്ള അതുപോലും കിട്ടിയില്ല. അതൊക്കെ ഞാൻ കുറെ അനുഭവിച്ചാടാ. പൈസ ഉണ്ടാവുമ്പോഴേ ചെലവാക്കിച്ചാനൊക്കെ എല്ലാവരും ഉണ്ടാവും. നമുക്കൊരു ആവശ്യം വരുമ്പോഴേ ആരെടുത്തും നമുക്കൊന്നും തരാണ്ടാവില്ല. അതെനിക്ക് മനസ്സിലായടാ. അതുകൊണ്ടല്ലേ കൂട്ടുകാരന്മാരൊക്കെ ഒഴിവാക്കി എൻ്റെ കാര്യം നോക്കി നടക്കുന്നത്. ഒരു കണക്കിന് അതാ നല്ലത്. ഞാനാണെങ്കിൽ അത് മനസ്സിലാക്കാൻ കുറച്ച് നോക്കി. ശരിടാ, ഞാനേ അവിടെ എത്തിയിട്ട് വിളിക്കാം. ശേഷം എന്റെ ഫോണിൽ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട്, പോയി ടിക്കറ്റ് എടുത്തോ. നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ ചങ്കായി കൂടെ ഉണ്ടാവും എന്ന് കരുതുന്ന ഒരുത്തനും കൂടെ ഉണ്ടാവില്ല. ഒരുപക്ഷെ നാം തഴഞ്ഞു വിട്ടവരായിരിക്കും നമ്മുടെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മെ കൈപിടിച്ച് നമ്മെ ഉയർത്തുന്നത്.